നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 45 മിനിറ്റിൽ കോവിഡ് ഫലം. കുറഞ്ഞ ചെലവിൽ സംവിധാനവുമായി ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പ്. ഇൻഫ്ലൈറ്റ് കാറ്ററിംഗ് സേവനം പുനരാരംഭിക്കാൻ എമിറേറ്റ്സ് എയർലൈൻസ്. യുഎഇയിൽ നിന്ന് 1077 പേർക്ക് കൂടി COVID-19, 4 മരണം. ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ UAE ഹെൽത്ത് കോൺഫറൻസ്. വിശദമായ വാർത്തകളിലേക്ക്. 45 മിനിറ്റിനുള്ളിൽ കോവിഡ് ഫലം ലഭിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം വികസിപ്പിച്ചതായി ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പ്. നാസ്വാദോരങ്ങളിൽ ഉപയോഗിക്കാവുന്ന കടലാസ് തുണ്ടിലൂടെ കോവിഡ് കണ്ടെത്താവുന്ന ശ്രദ്ധേയമായ കണ്ടുപിടുത്തമാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെയും UAEയുടെയും സർക്കാർ തല പ്രതിനിധികൾ പങ്കെടുത്ത ഇന്ത്യ UAE ഹെൽത്ത് ഫോറം സമ്മേളനത്തിലാണ് പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പ്രഖ്യാപനം നടന്നത്. ഫെലൂദ ടെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന നൂതന പരിശോധനയ്ക്ക് $7 മാത്രമാണ് ചിലവെന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. കടലാസ് തുണ്ടുപയോഗിച്ച് ഗർഭനിർണയ പരിശോധന നടത്തുന്ന വിധത്തിൽ കോവിഡ് പരിശോധന നടത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് ചെലവേറിയ യന്ത്രങ്ങളുടെ ആവശ്യമില്ലെന്നും ലളിതവും വിശ്വസനീയവുമാണ് പ്രവർത്തനമെന്നും ടാറ്റ മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ചീഫ് എക്സിക്യൂട്ടീവ് ഗിരീഷ് കൃഷ്ണമൂർത്തി വിശദീകരിച്ചു. പുതിയ പരിശോധനാ രീതിയുടെ പരീക്ഷണങ്ങൾ പൂർത്തിയായതായും ഉൽപാദനം ആരംഭിച്ചതായും കൃഷ്ണമൂർത്തി അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ പേപ്പർ സ്ട്രിപ്പ് പരിശോധനാ കിറ്റ് മാർക്കറ്റിൽ എത്തിക്കാനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ശ്രമം. ഇതിനായി ഇന്ത്യയിൽ വിപുലമായ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. UAEയിൽ നിന്ന് ഇതിന്റെ താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും വളരെ സമീപഭാവിയിൽ ഇത് UAEയിൽ ലഭ്യമാകുമെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോളർ ജനറലിന്റെ അനുമതി പുതിയ പരിശോധനാ സംവിധാനത്തിന് നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ യോഗത്തിൽ വെളിപ്പെടുത്തി. അബുദാബി 24/7. എമിറേറ്റ്സ് എയർലൈൻസ് ഇൻഫ്ലൈറ്റ് കാറ്ററിംഗ് സേവനം നവംബർ 1 മുതൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. കോവിഡ് രോഗവ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന എല്ലാ സേവനങ്ങളും പുനരാരംഭിക്കാനാണ് എമിറേറ്റ്സ് തീരുമാനിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻസിന്റെ ലോകോത്തര ഇൻഫ്ലൈറ്റ് ഭക്ഷണ സേവനങ്ങളിലെ മൾട്ടി കോഴ്സ് മെനു, കോൾഡ് മീൽസ്, കോംപ്ലിമെന്ററി ബിവറേജ് എന്നിവയാണ് നവംബർ 1 മുതൽ പുനരാരംഭിക്കുക. കോവിഡ് സാഹചര്യത്തിൽ മുൻകൂട്ടി പാകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണ വിഭവങ്ങളായിരുന്നു യാത്രക്കാർക്ക് നൽകിയിരുന്നത്. കോവിഡ് സുരക്ഷിതത്വ മുൻകരുതലുകൾ സ്വീകരിച്ചാകും ഭക്ഷണ വിതരണമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. യാത്രക്കാർക്ക് എമിറേറ്റ്സിന്റെ ആപ്പിലൂടെ ഭക്ഷണം തിരഞ്ഞെടുക്കാനും അവസരം നൽകും. ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് യാത്രികർക്കുണ്ടായിരുന്ന ഷവർ സൗകര്യവും ലോഞ്ച് സൗകര്യവും പുനഃസ്ഥാപിക്കും. എമിറേറ്റ്സിലെ എല്ലാ യാത്രക്കാർക്കും ഗ്ലൗസ്, ഹാൻഡ് സാനിറ്റൈസർ, ആന്റി ബാക്ടീരിയൽ വൈപ്സ് തുടങ്ങിയവ അടങ്ങുന്ന കിറ്റ് സൗജന്യമായി നൽകും. കോവിഡ് രോഗബാധയെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുമെന്ന് എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു. അബുദാബി 24/7. അബുദാബിയിലെ പ്രധാന സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കോവിഡ് മുന്നണി പോരാളികൾക്ക് സൗജന്യമായി പ്രവേശിക്കാം. കോവിഡിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന കേന്ദ്രങ്ങൾ ഇന്നു മുതലാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് ഫ്രണ്ട് ലൈൻ ഹീറോസ് ഓഫീസുമായി സഹകരിച്ചാണ് രാജ്യത്തെ മുൻനിര കോവിഡ് പ്രവർത്തകർക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുന്നത്. ഒക്ടോബർ 21 മുതൽ 6 മാസമായിരിക്കും ഖാസർ അൽ വതൻ, ലുവ, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സൗജന്യ പ്രവേശനം. 8 മാസത്തോളമായി കോവിഡ് പ്രതിരോധത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ആശ്വാസമേകുകയാണ് DCT അബുദാബിയുടെ ഉദ്ദേശം. മാനവികതയ്ക്കായി ആർട്ട്, മെഡിസിൻ എന്നിവ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായി DCT ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി സൗദുൽ ഹൊസാനി പറഞ്ഞു. ഡോക്ടർമാർ, നഴ്സുമാർ, അണുനശീകരണ പ്രവർത്തനം നടത്തുന്നവർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ ആത്മസമർപ്പണത്തിനുള്ള DCTയുടെ ആദരവാണിത്. പ്രവേശനത്തിനായി ഓൺലൈനിൽ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രം മതിയാകും. എമിറേറ്റ്സ് ID കയ്യിൽ കരുതണമെന്നും അധികൃതർ അറിയിച്ചു. അബുദാബി 24/7. ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ UAE ഹെൽത്ത് കോൺഫറൻസ്. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരും ആരോഗ്യരംഗത്തെ പ്രമുഖരുമാണ് പങ്കെടുത്തത്. ആരോഗ്യ സംരക്ഷണം, ഔഷധം, മെഡിക്കൽ ഉപകരണം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് വിപുലമായ ചർച്ചകൾ അരങ്ങേറി. UAE ഇന്ത്യൻ എംബസി, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്, FICCI, ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്നിവർ ചേർന്നാണ് കോൺഫറൻസ് ഒരുക്കിയത്. ഇന്ത്യൻ കമ്പനികൾക്ക് വാക്സിൻ, മെഡിസിൻ നിർമ്മാണത്തിന് സൗകര്യമൊരുക്കാൻ UAE തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് അംബാസഡർ പവൻ കപൂർ പറഞ്ഞു. VPS ഹെൽത്ത് കെയർ ചെയർമാനും MDയുമായ ഡോക്ടർ ഷംസീർ വയലിൽ, ആസ്ട്രഡിയം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, തുമ്പെ ഗ്രൂപ്പ് പ്രതിനിധി ഡോക്ടർ അക്ബർ മൊയ്തീൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. അബുദാബി 24/7. അബുദാബി അൽ മാറീദ് സ്ട്രീറ്റിന് ഇനി ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പേര്. അബുദാബി നയതന്ത്ര മേഖലയായ അൽ മാറീദ് സ്ട്രീറ്റാണ് പ്രസിഡന്റ് ജോക്കോ വിഡോഡോ സ്ട്രീറ്റ് എന്ന പുനർനാമകരണം ചെയ്തത്. അബുദാബി കിരീടവാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് പുനർനാമകരണം ചെയ്തത്. പ്രദേശത്ത് പള്ളി പണിയുവാനും ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പേരിടുവാനും ഭരണാധികാരിയുടെ നിർദ്ദേശമുണ്ട്.
നിരവധി മേഖലകളിൽ UAEയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് പുതിയ തീരുമാനം. അബുദാബി 24/7. UAEയിൽ നിന്ന് 1077 പേർക്ക് കൂടി COVID-19 രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 4 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 1502 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടിയതായും മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ രാജ്യത്ത് COVID-19 തുടർന്ന് ആകെ 470 പേരാണ് മരിച്ചത്. UAEയുടെ ചൊവ്വാ ദൗത്യത്തിൻ്റെയും മറ്റ് ബഹിരാകാശ പദ്ധതികളുടെയും പശ്ചാത്തലത്തിൽ എമിറേറ്റ്സ് പോസ്റ്റ് 4 അനുസ്മരണ സ്റ്റാമ്പുകൾ പുറത്തിറക്കി. എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ കസ്റ്റമർ ഹാപ്പിനെസ് സെൻറ്റർ വഴിയോ എമിറേറ്റ്സ് പോസ്റ്റ് shop.ie എന്ന വെബ്സൈറ്റ് വഴിയോ സ്റ്റാമ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. 1,00,000 സ്റ്റാമ്പുകളും 1000 ഫസ്റ്റ് ഡേ കവർ ഷീറ്റുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചൊവ്വാ ദൗത്യവുമായി ബന്ധപ്പെട്ട 4 വ്യത്യസ്ത ചിത്രങ്ങളാണ് സ്റ്റാമ്പുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ സ്മാർട്ടായി അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബസ് ഓൺ ഡിമാൻഡ് എന്ന പദ്ധതിയിലൂടെ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ലഭ്യത ഉറപ്പാക്കുകയും അവരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ബസ് ഓൺ ഡിമാൻഡ് ആപ്ലിക്കേഷൻ വഴി ഉപഭോക്താവിന് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മിനി ബസ്സുകളുടെ യാത്രാ വഴികൾ കണ്ടെത്താനും യാത്രയ്ക്ക് ബുക്ക് ചെയ്യുന്നതിനും ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കുന്നതിനും സാധിക്കും. ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഏതാണെന്നറിയാനും ഇത് സഹായിക്കും. ആപ്ലിക്കേഷൻ വഴി തന്നെ യാത്രയ്ക്കുള്ള പണമിടപാട് നടത്താനും കഴിയും. നഗരവികസനത്തിനും ജനസംഖ്യാ വളർച്ചയ്ക്കും അനുസൃതമായി പൊതുജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഗതാഗത ആവശ്യകതയ്ക്കൊപ്പം ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഡിസംബറിൽ ഈ സേവനം ആരംഭിക്കുമെന്ന് അജ്മാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി മേധാവി ഒമർ ലൂത്ത പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അജ്മാൻ അൽ സർക്കിൾ ഗ്രൂപ്പുമായി സംയുക്ത സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. അബുദാബി 24/7. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാന 10 വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. സ്വാഗതം. ഇന്നത്തെ 10 പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6591 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. 5717 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. നടൻ പൃഥ്വിരാജിന് കോവിഡ് സ്ഥിരീകരിച്ചു. ജനഗണമന എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നടന് കോവിഡ് സ്ഥിരീകരിച്ചത്. പൃഥ്വിയെ കൂടാതെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സിനിമയുടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന നടൻ സുരാജ് വെഞ്ഞാറമൂട് ഉൾപ്പെടെ എല്ലാവരും ക്വാറന്റീനിൽ പോയി. അതിനിടെ കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിനെതിരായ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന്റെ പ്രസ്താവന നിർഭാഗ്യകരമെന്ന് രാഹുൽ ഗാന്ധി MP. രാജ്യം ഒറ്റക്കെട്ടായി പോകേണ്ട സമയത്ത് ഇത്തരം വിമർശനം ഉയർത്തുന്നത് ശരിയല്ലെന്നും വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുമായുള്ളത് ഔദ്യോഗിക ബന്ധം മാത്രമെന്ന് സ്വപ്ന സുരേഷിന്റെ മൊഴി. ഷാർജ ഭരണാധികാരി കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തെ ആചാരപരമായി സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ഭാര്യയ്ക്ക് പറഞ്ഞുകൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സ്വപ്ന. അതേസമയം മന്ത്രിമാരായ KT ജലീലും കടകംപള്ളി സുരേന്ദ്രനും കോൺസുലേറ്റിൽ എത്തിയിരുന്നുവെന്നും സ്വപ്ന EDക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. KT ജലീലിന്റെ ഫോൺ നമ്പർ കാണിച്ച് ആരുടേതാണെന്ന് അറിയുമോ എന്ന് ED ചോദിച്ചപ്പോൾ ഇത് ജലീലിൻ്റേതാണെന്ന് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. പലതവണ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും റമദാൻ കിറ്റിനായി ഇങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും സ്വപ്ന മൊഴി നൽകി. മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അറിയില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ടും തനിക്ക് അടുപ്പമില്ലെന്നും സ്വപ്ന മൊഴി നൽകി. UAE കോൺസുലേറ്റിൽ പോയത് ഔദ്യോഗിക ആവശ്യത്തിനെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മകനു വേണ്ടിയാണ് പോയത് എന്ന സരിത്തിന്റെ മൊഴി തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. മകൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. UAE കോൺസുലേറ്റുമായി ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മകന്റെ ജോലിക്കാര്യത്തിനായി UAE കോൺസുലേറ്റിൽ പലതവണ വന്നിരുന്നുവെന്നാണ് സരിത്ത് എൻഫോഴ്സ്മെന്റിന് മൊഴി നൽകിയിരിക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മകനും വന്നിരുന്നതായും സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. M. ശിവശങ്കർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണെന്ന് കസ്റ്റംസ്. M. ശിവശങ്കറിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് വ്യക്തമാക്കി കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹത്തിനെതിരെ കസ്റ്റംസിന്റെ രൂക്ഷമായ വിമർശനം. ശിവശങ്കറിന്റെ അസുഖം തട്ടിപ്പാണെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതാണ്. വേദന സംഹാരി കഴിച്ചാൽ മാറുന്ന നടുവേദന മാത്രമാണ് ശിവശങ്കറിന് ഉള്ളത്. അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ശിവശങ്കർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നുവെന്നും കസ്റ്റംസിന്റെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ അന്വേഷണത്തിന്റെ സ്റ്റേ നീക്കണമെന്ന CBIയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസ് നേരത്തെ കേൾക്കണമെന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ സ്റ്റേ അന്വേഷണത്തെ ബാധിക്കുന്നതിനാൽ കേസ് വേഗം പരിഗണിക്കണമെന്നായിരുന്നു CBIയുടെ ആവശ്യം. എന്നാൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാതെയുള്ള അപേക്ഷ സ്വീകാര്യമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി CBIയുടെ ആവശ്യം തള്ളി. കേസ് ഇന്ന് തന്നെ പരിഗണിക്കാൻ കോടതി തയ്യാറായിരുന്നു. പക്ഷേ എതിർ സത്യവാങ്മൂലം പോലുമില്ല
അനുമതിയില്ലാതെ ഹർജിയുമായി എന്തിനു വന്നു എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിൽ മാത്രമാണ് 4.5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത് എന്നും സംഘടിത വോട്ട് ബാങ്കിനെ ഭയന്നാണ് സർക്കാർ നീക്കമെന്നും ഹൈക്കോടതി വിമർശിച്ചു. നിലനികത്തൽ ക്രമപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒരു കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സാഹചര്യം മനസ്സിലാക്കുന്നതിന് പകരം സർക്കാർ സംഘടിത വോട്ട് ബാങ്കിനെ ഭയക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇക്കാര്യം തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. പാലത്തായി പീഡന കേസ് അന്വേഷിക്കാൻ പുതിയ സംഘം. നിലവിലുള്ള സംഘത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ഇരയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന ആവശ്യത്തെ സർക്കാരും അനുകൂലിച്ചു. IGS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കുന്നുവെന്നും അന്വേഷണം പുതിയ സംഘത്തിനെ കൈമാറണമെന്നുമായിരുന്നു ഇരയുടെ അമ്മയുടെ പ്രധാന ആവശ്യം. ഇത് അംഗീകരിച്ച കോടതി പുതിയ സംഘത്തിന് അന്വേഷണം കൈമാറാൻ DGPക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തുമെന്ന സൂചന. തെരഞ്ഞെടുപ്പ് ഡിസംബർ 11 മുൻപ് നടത്താനാണ് നീക്കം. വിജ്ഞാപനം നവംബർ 10 പുറപ്പെടുവിച്ചേക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒരു അവസരം കൂടി നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ സംവരണം സംബന്ധിച്ച് ഈ മാസം അവസാനം തീരുമാനമെടുക്കും. പോലീസ് വിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ DGPയുമായി ഈ ആഴ്ച യോഗം ചേരും. എന്നാൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിലപാടിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ട്രാൻസ്ജെൻഡർ സജന ഷാജി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സജന. തനിക്കെതിരായി സമൂഹമാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിൽ മനംനൊന്താണ് ആത്മഹത്യാശ്രമം. അമിതമായി ഗുളികകൾ കഴിക്കുകയായിരുന്നു. വഴിയരികിൽ ബിരിയാണി കച്ചവടം നടത്തി വന്നിരുന്ന സജന സമൂഹമാധ്യമങ്ങളിലടക്കം ആക്രമണം നേരിട്ടിരുന്നു. വിവാദങ്ങളിൽ മനംനൊന്താണ് ആത്മഹത്യാശ്രമം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് വേണ്ട എന്ന തീരുമാനം അഴിമതി മൂടിവെക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2019-20 ഓഡിറ്റ് തന്നെ നിർത്തിവെക്കാനുള്ള ഓഡിറ്റ് ഡയറക്ടറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്നും നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തുന്ന നടപടിയാണ് എന്നും ചെന്നിത്തല ആരോപിച്ചു. ബാർക്കോഴ കേസിൽ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തൽ വിജിലൻസ് പരിശോധിക്കും. സ്വമേധയാ ദ്രുതപരിശോധനയ്ക്കുള്ള സാധ്യതയാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് അധികം ആവശ്യപ്പെട്ട ലീഗ്. UDF കൺവീനറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാർട്ടി നിലപാടറിയിച്ചത്. വിശദമായി ചർച്ച ചെയ്യുമെന്ന് UDF കൺവീനർ MM ഹസൻ അറിയിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കേരള വാർത്തകൾ. ദുബായിൽ ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തിയ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ RTA അധികൃതർ മിന്നൽ പരിശോധന നടത്തി. നിരവധി നിയമലംഘകരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വൃത്തിഹീനമാക്കുന്നവർ, ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർ, കേന്ദ്രങ്ങളിലെ ബെഞ്ചുകളിൽ ഉറങ്ങുന്നവർ, കാലുകൾ ഉയർത്തിവെച്ച് സീറ്റുകളിൽ ഇരിക്കുന്നവർ തുടങ്ങിയ നിയമലംഘകരെയാണ് പിടികൂടിയത്. പിടികൂടിയവരിൽ പലർക്കും തിരിച്ചറിയൽ രേഖകൾ കൈവശം ഇല്ലാതിരുന്നതായും അത്തരക്കാരെ ദുബായ് പോലീസിന് കൈമാറിയതായും RTA പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസ് മോണിറ്ററിംഗ് ഡയറക്ടർ സയ്യിദ് അൽ ബലൂച്ചി അറിയിച്ചു. ഇത്തരക്കാരുടെ ദുഷ്പ്രവർത്തികളിലൂടെ ദുബായ് ഒരുക്കുന്ന ലോകോത്തര സൗകര്യങ്ങളുടെ ആഡംബരതയും പകിട്ടും നശിക്കുന്നതായും പൊതുഗതാഗത സൗകര്യങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരികയും ചെയ്യുന്നതായി അൽ ബലൂച്ചി അഭിപ്രായപ്പെട്ടു. ഇത്തരം സൗകര്യങ്ങൾ അതിന്റെ തനിമയോടെ കാത്തുസൂക്ഷിക്കാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അബുദാബി 24/7. ലുലു എക്സ്ചേഞ്ചിന്റെ സെൻസ് സ്മാർട്ട് വിൻ സ്മാർട്ട് എന്ന പ്രൊമോഷൻ പദ്ധതിയിലെ ആദ്യ ജേതാക്കളെ ആദരിച്ചു. ദുബായ് അൽബർഷ ലുലു എക്സ്ചേഞ്ചിലാണ് പരിപാടി നടന്നത്. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 30 വരെയാണ് പ്രൊമോഷൻ നടക്കുന്നത്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണം അയക്കുന്നവർക്കായാണ് ഈ സമ്മാന പദ്ധതി. ആഴ്ചതോറും 4 ഗ്രാം സ്വർണവും ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി നൽകുന്നതിനു പുറമെ മെഗാ സമ്മാനമായി BMW കാർ, 1.6 കിലോ സ്വർണം, 1 ലക്ഷം ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും നൽകുന്നുണ്ട്. ആദ്യ ആഴ്ചയിലെ ജേതാക്കളെയാണ് ബർഷയിൽ ആദരിച്ചത്. ഒരു തവണ പണം അയക്കുന്നവർക്ക് ആ ആഴ്ചയിലെ നറുക്കെടുപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാം. പ്രൊമോഷൻ കാലയളവിൽ 3 തവണ പണം അയക്കുന്നവരെ മെഗാ സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും. ലുലു എക്സ്ചേഞ്ചിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ പദ്ധതിയുടെ വിവരങ്ങൾ അറിയാം. അബുദാബി 24/7. വേൾഡ് മലയാളി കൗൺസിലിന്റെ അബുദാബി പ്രൊവിൻസിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്നു. ലോകത്താകമാനമുള്ള വേൾഡ് മലയാളി കൗൺസിൽ അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു.
കർണാടകയിലെ മുൻ മന്ത്രിയായിരുന്ന ജെ അലക്സാണ്ടർ IAS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വേൾഡ് മലയാളി കൌൺസിൽ അബുദാബി പ്രസിഡന്റ് ജോൺ സാമുവൽ അധ്യക്ഷത വഹിച്ചു. കോവിഡ് കാലഘട്ടത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും കൂട്ടായ്മകൾ ഇത്തരം മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ജോൺ സാമുവൽ ചടങ്ങിൽ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ബിജു ജോൺ സ്വാഗതവും പോൾ വടച്ചേരി പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞാ വാചകവും ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വേൾഡ് മലയാളി കൌൺസിൽ വിവിധ പ്രൊവിൻസുകളുടെ പ്രതിനിധികളും ഗ്ലോബൽ പ്രതിനിധികളും സന്ദേശങ്ങൾ നൽകി. 3 മണിക്കൂർ നീണ്ടുനിന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ബെൻസൺ മാളിയേക്കൽ നന്ദി പറഞ്ഞു. വേൾഡ് മലയാളി കൌൺസിൽ അബുദാബി പ്രൊവിൻസിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കേരള തനിമയുള്ള വിവിധ കലാപരിപാടികൾ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. അബുദാബി 24/7. മിഡിൽ ഈസ്റ്റിലെ ഇന്നത്തെ ഏറ്റവും പ്രധാന 10 വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അനിൽ സീഡുകുള ചേരുന്നു. സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. ഒമാൻ ഇന്ത്യ സംയുക്ത സമിതിയുടെ യോഗം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക, വ്യാപാര, നിക്ഷേപ, സേവന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒമാനിലെ സൗരോർജ്ജ, കാറ്റാടിപ്പാടം അടക്കം ഊർജ്ജ പദ്ധതികളിലേക്കും ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളിലേക്കും കമ്മിറ്റി ഇന്ത്യൻ നിക്ഷേപകരെ ക്ഷണിച്ചു. ബഹിരാകാശ പദ്ധതികൾ, ടൂറിസം, വിവരസാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും ചർച്ച നടന്നു. വ്യവസായ സഹമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. കുവൈറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 5 നടത്താൻ തീരുമാനമായി. ഭരണഘടന അനുവദിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. കുവൈറ്റിന്റെ 16ാമത് പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും 10 പേരെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് കുവൈറ്റിലുള്ളത്. ദോഹയിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ക്യാമറകൾ സ്ഥാപിക്കും മുൻപ് സെക്യൂരിറ്റി സിസ്റ്റം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം. വീടുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നവർ അംഗീകൃത കമ്പനികളുടെ ക്യാമറകൾ മാത്രമേ സ്ഥാപിക്കാവൂ എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ മിലാദ് അവധി ഒക്ടോബർ 29 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. മന്ത്രാലയങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അന്നേ ദിവസം പ്രവർത്തിക്കില്ല. പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അവധി നൽകിയിരിക്കുന്നത്. വാരാന്ത അവധികൾ കൂടി വരുമ്പോൾ ജീവനക്കാർക്ക് ഫലത്തിൽ 3 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയുമായി ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ശക്തമായ നയതന്ത്ര ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ദോഹയിൽ രാജ്യത്തെ ഏറ്റവും നീളമേറിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സബ അൽ അഹമ്മദ് കോറിഡോർ പദ്ധതിയിലെ രാജ്യത്തിലെ നീളമേറിയ പാലം ഉൾപ്പെടുന്ന അൽ വഹാബ്, മുറൈഖ് ഇന്റർചേഞ്ചുകളും നവീകരണത്തിന് ശേഷം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 2.6 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. ഇതോടെ സൽവ റോഡ്, അൽവാബ്, അൽ റയ്യാൻ റോഡ് എന്നിവിടങ്ങളിലെ ഗതാഗതം സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുവൈറ്റിൽ കെട്ടിടങ്ങളിലെ ബാൽക്കണികളിൽ തുണികൾ വിരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ നേതൃത്വത്തിൽ ഇതിനായി പ്രചരണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പരവതാനികളും ഫർണിച്ചറുകളും വൃത്തിയാക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. നിയമലംഘകർക്ക് പിഴശിക്ഷ നൽകാനാണ് തീരുമാനം. മാലിന്യ നിക്ഷേപത്തിന് ദമാമിൽ ഇനി സോളാർ സ്മാർട്ട് കണ്ടെയ്നർ. 1700 ലിറ്റർ ശേഷിയുള്ള കണ്ടെയ്നറുകളുടെ പ്രധാന ഭാഗം ഭൂമിക്കടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന കണ്ടെയ്നറിനുള്ളിൽ മാലിന്യങ്ങളെ ദിവസത്തിൽ 8 തവണ പൊടിയാക്കി മാറ്റുമെന്നതാണ് പ്രത്യേകത. ഒരു ദിവസത്തെ സൗരോർജ്ജം കൊണ്ട് അടുത്ത 30 ദിവസം കണ്ടെയ്നർ പ്രവർത്തിക്കുമെന്നാണ് ദമാം ബലദിയ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് മസ്കറ്റിലേക്ക് പറക്കാൻ 21 റിയാലിന്റെ ടിക്കറ്റുമായി സലാം എയർ രംഗത്തെത്തി. കോവിഡ് രോഗത്തിനുള്ള ഇൻഷുറൻസ് അടക്കം 21 റിയാൽ മാത്രമാണ് നിരക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള നിരക്കുകളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്നുള്ളത്. നവംബർ അവസാനം വരെ ഇതേ നിരക്കിൽ യാത്ര ചെയ്യാമെന്നാണ് സലാം എയർ അറിയിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് വിവരങ്ങൾ. UAE ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കാം. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. 45 മിനിറ്റിൽ കോവിഡ് ഫലം. കുറഞ്ഞ ചെലവിൽ സംവിധാനവുമായി ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പ്. ഇൻഫ്ലൈറ്റ് കാറ്ററിംഗ് സേവനം പുനരാരംഭിക്കാൻ എമിറേറ്റ്സ് എയർലൈൻസ്. UAEയിൽ നിന്ന് 1077 പേർക്ക് കൂടി COVID-19, 4 മരണം. ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ UAE ഹെൽത്ത് കോൺഫറൻസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. നമസ്കാരം. Abu Dhabi 24/7.
അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.